ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 279 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുറിച്ചാണ്. AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി യേശുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തിയെന്നാണ് ചരിത്ര സാക്ഷ്യം. എന്നാൽ പേർഷ്യൻ രാജാവായിരുന്ന കൊസ്രേവാസ് ഇത് കൈയടക്കി. AD 629 ഹെലാരിയസ് ചക്രവർത്തി ഈ വിശുദ്ധ വസ്തു വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് കാത്തു സൂക്ഷിച്ചു. പിടിച്ചെടുത്ത കുരിശ് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ടാണ് ഹെറാലിയസ് ചക്രവർത്തി കാൽവരിയിലേക്ക് നീങ്ങിയത്. വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശേഷ രത്നക്കല്ലുകൾ പതിച്ച ആഭരണങ്ങളും അണിഞ്ഞാണ് ചക്രവർത്തി കുരിശു ചുമന്നത്. കാൽവരിയുടെ കവാടത്തിലെത്തിയപ്പോൾ ഒരു അതിശയകരമായ സംഭവം ഉണ്ടായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല. അത്ഭുതപ്പെട്ട് നിന്നിരുന്ന ചക്രവർത്തിയോട് ഈ സമയം ജെറുസലേമിന്റെ ബിഷപ്പായിരുന്ന സഖറിയാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അല്ലയോ സർവാധികാരിയായ രാജാവേ, യേശുവിന്റെ കുരിശുയാത്രയിലെ വേഷവും അങ്ങയുടെ വിജയശ്രീ ലാളിത ആഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ചയുണ്ടെന്ന് ചിന്തിക്കുക. കാര്യം ഗ്രഹിച്ച ചക്രവർത്തി ഉടൻ തന്നെ അനുതാപ സമാനമായ വേഷം ധരിച്ചു. അത് കഴിഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ സാധിച്ചുവെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. മടിയെ മറച്ചുപിടിക്കാൻ വാദങ്ങൾ നിരത്തുമ്പോൾ അത് നമ്മുടെ ഉത്സാഹത്തെയും ഉന്മേഷത്തെയും ബാധിക്കുന്നു. അലസത വിജയികളുടെ ശത്രുവും പരാജിതരുടെ സുഹൃത്തുമാണ്. ഏവർക്കും നന്ദി.